ഒരു ചെറുപ്പക്കാരന്റെ വയറ്റിൽ കത്രിക കിട്ടിയേ ഒരു ചെറുപ്പക്കാരൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കത്രിക വയറ്റുന്നത് ഇതൊന്നും രണ്ടുമല്ല എത്ര ഉദാഹരണങ്ങള് ഇതാണോ നമ്പർ 1 ഇതാണോ നമ്പർ 1 ആരോഗ്യ കേരളം അനുവദിക്കില്ല യൂത്ത് ലീഗ് അനുവദിക്കില്ല ഈ നാടിന് വേണ്ടിയാണ് യൂത്ത് ലീഗിന്റെ പോരാട്ടം ഒരു മനുഷ്യന്റെ ചെറുപ്പക്കാരന്റെ കുടലിൽ കത്രിക കണ്ടെത്താൻ ഇതാണോ നമ്പർ 1 കേരളം യൂത്ത് ലീഗ് സിന്ദാബാദ് 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 പ്രതിഷേധം 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 യൂത്ത് ലീഗിൻ പ്രതിഷേധം യൂത്ത് ലീഗിൻ പ്രതിഷേധം ഇതെന്ത് ഭരണം സർക്കാര് ഇതെന്ത് ഭരണം സർക്കാര് ഇതെന്ത് ഭരണം സർക്കാര് ഇതെന്ത് ഭരണം സർക്കാര് ഇതുപോലൊരു മാറിയ ഭരണം ഇതുപോലൊരു മാറിയ ഭരണം ഇതുപോലൊരു മാറിയ ഭരണം ഇതുപോലൊരു മാറിയ ഭരണം കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല കേരള ജനത കണ്ടിട്ടില്ല മാറിയ മുഖ്യ പിണറായി മാറിയ മുഖ്യ പിണറായി മാറിയ മുഖ്യ പിണറായി മാറിയ മുഖ്യ പിണറായി രാജിവെച്ച് പുറത്ത് രാജിവെച്ച് പുറത്ത് രാജിവെച്ച് പുറത്ത് ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തി യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരത്തിൽ പ്രകടനം നടത്തുന്നു. പ്രകടനം കണ്ണൂർ KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തുമ്പോഴേക്കും ഒരാൾ വയറ് പിടിച്ച് കുഴഞ്ഞു വീഴുന്നു. പ്രകടനത്തിൽ ഉണ്ടായിരുന്നവരിൽ ചിലർക്കും പരിസരത്ത് ഉണ്ടായിരുന്നവർക്കും കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അല്പസമയത്തേക്ക് ആകെ പരിഭ്രാന്തി. സ്ട്രക്ചർ എടുക്കാനും ആംബുലൻസിനും ഇതിനിടയിൽ യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് KK ഷിനാജും ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാലും ട്രഷറർ ഷബീർ എടയന്നൂരും നസീർ പുറത്തിലുമൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആംബുലൻസിൽ നിന്ന് നഴ്സ് അടക്കം ഇറങ്ങിവന്ന് സ്ട്രക്ചറിൽ കുഴഞ്ഞു വീണയാളെ കയറ്റി പരിശോധിച്ച് കത്രിക പുറത്തെടുക്കുന്നു. ഇതാണോ നമ്പർ 1 ആരോഗ്യ കേരളം എന്ന ചോദ്യം ഉയർത്തി നേതാക്കൾ പ്രസംഗം തുടങ്ങിയപ്പോഴാണ് ഇത് സ്ട്രക്ചർ സമരമാണെന്ന കാര്യം പലർക്കും അറിഞ്ഞത്. സമരം മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. PR വർക്കിലൂടെ നമ്പർ 1 എന്ന് പറയുന്ന ആരോഗ്യ കേരളം വെന്റിലേറ്റർ തന്നെയാണെന്നും എത്ര അഹങ്കാരിയായ മന്ത്രിയായാലും ഇരുത്തേണ്ട ഇടത്ത് ഇരുത്തി ചികിത്സിപ്പിച്ചിട്ടേ UDF വിടൂ എന്നും അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. ഇത്തരം നെറികെട്ട സമീപനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴും കേരളത്തില് PR വർക്ക് നടത്തിയിട്ട് ഞങ്ങളാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് അഹങ്കരിച്ചു പോകുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. കേരളത്തിലെ ഒരു വാർത്താ ചാനലിലൂടെ രംഗപ്രവേശനം ചെയ്ത് പിന്നീട് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അവരുടെ അഹങ്കാരവും ധിക്കാരവും തന്റെ രാഷ്ട്രീയ യജമാനെ പോലെ തന്നെ കൊണ്ടു നടക്കുന്ന ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് കേരളത്തിന്റെ നിയമസഭയില് കേരളത്തിനൊരു കപ്പിത്താനുണ്ട്, ഈ കപ്പൽ ആടി വിലയില്ല എന്ന് നാണം കെട്ട വിധത്തിൽ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് പറയേണ്ടി വരുന്നത്. ആ ആരോഗ്യവകുപ്പ് മന്ത്രിയെ താങ്ങി നിർത്താൻ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇങ്ങനെ വല്ലാത്ത പെടാപ്പാട് വിടുന്നത് നമ്മൾ കാണുകയാണ്. അദ്ദേഹം പറയാണ് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്. സത്യത്തിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കണം. ഈ രാജ്യത്തെ ജനങ്ങൾ, ഈ സംസ്ഥാനത്തെ ജനങ്ങൾ പരിശോധിച്ചു നോക്കണം. ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ടാണോ ഉഷാ തോമസിന് ഈ 5 വർഷം കത്രിക വയറ്റിൽ കൊണ്ട് നടക്കേണ്ടി വന്നത്? ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ടാണോ ബിന്ദു എന്ന് പറയുന്ന സഹോദരി ഈ സ്ലാബുകൾക്കിടയിൽ പെട്ട് മരണപ്പെടേണ്ടി വന്നത്? ഒറ്റപ്പെട്ട സംഭവമായതുകൊണ്ടാണോ ഗൈഡ് വയർ നെഞ്ചില് കൊണ്ടു നടന്നിട്ട് വളരെ പ്രയാസപ്പെട്ടിട്ട് സുമയ്യ എന്ന് പറയുന്ന രോഗി പ്രയാസപ്പെട്ടത്, നൗഷിജ എന്ന് പറയുന്ന രോഗി പ്രയാസപ്പെടുന്നത്? ഏറ്റവും ഒടുവിൽ പാലക്കാട് താലൂക്ക് ആശുപത്രിയിൽ ഇത്തരത്തിലുള്ള രോഗികൾ
പ്രയാസം അനുഭവിക്കുന്നത്, അതുപോലെ തന്നെ ഹരിപ്പാട്ട് ഡയാലിസിസിന്റെ ചികിത്സക്കിടയിൽ മരിക്കേണ്ടി വരുന്നത്, ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിട്ട് മാത്രം വേർതിരിച്ചു നിർത്താൻ പറ്റുന്ന ഒരു അവസ്ഥയാണോ സമീപകാല കേരളത്തിനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോ ഈ കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന, ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു നയനിലപാടുമായിട്ട് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയും ഒരു വകുപ്പും പോവുകയാണ്. ഏറ്റവും ഒടുവിലത്തെ അവസ്ഥ എന്താണ്? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ആരോഗ്യവകുപ്പിലെ ഡോക്ടർമാര് സമരത്തിലാണ്. മിതമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരം നടത്തുമ്പോഴും ആരോഗ്യവകുപ്പ് മന്ത്രി എന്താ പറയുന്നത്? സമരം നിർത്തി വരിക, അതിനുശേഷം ചർച്ച ചെയ്യാമെന്നാണ്. പാവപ്പെട്ട രോഗികൾ ചികിത്സ കിട്ടാതെ വലയുന്നു, രോഗികളെ ഡിസ്ചാർജ് ചെയ്യുന്നു. എല്ലാ കാലത്തും ആരോഗ്യ മേഖലയിൽ സമരങ്ങൾ ഉണ്ടാകുമ്പോൾ അനുഭവിക്കുന്ന വലിയ ദുരവസ്ഥ തന്നെയാണ് കഴിഞ്ഞ കുറച്ചു ദിവസമായി കേരളത്തിലെ ആരോഗ്യ മേഖല അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നിട്ടും യാതൊരു ഉത്തരവാദിത്വവുമില്ലാതെ ഈ വിഷയത്തെ നിസ്സംഗതാപൂർവ്വം നിസ്സാരവൽക്കരിച്ചിട്ട് ഒരു ആരോഗ്യവകുപ്പ് മന്ത്രി മുന്നോട്ട് പോവുകയാണ്. അതിനെതിരായി പ്രതിഷേധമുയരുമ്പോ ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയെ പ്രതിക്കൂട്ടിൽ കയറ്റാൻ കേരളത്തിലെ പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ആ സമരത്തിനെതിരായി പ്രതിരോധം തീർക്കുമെന്നാണ് കേരളത്തിലെ CPM-ഉം കേരളത്തിലെ CPM-ന്റെ സെക്രട്ടറിയും പറയുന്നത്. ഞങ്ങളൊരു കാര്യം പറയുന്നത്, കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് അവരുടെ ഈ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നയനിലപാടുകളുമായിട്ട് കേരളത്തിൽ എത്ര അഹങ്കാരിയായിട്ടുള്ള ആരോഗ്യവകുപ്പ് മന്ത്രി മുന്നോട്ട് പോയാലും അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്താനും അവരെ ആവശ്യമായിട്ട് ചികിത്സ നൽകിയിട്ട് അവർക്ക് ആവശ്യമായിട്ട് ചികിത്സ നൽകാനും കഴിയുന്ന പ്രബുദ്ധമായിട്ടുള്ളൊരു കേരളമാണ് കേരളം എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മന്ത്രി അടുത്ത ദിവസം കണ്ണൂരിൽ വരുന്നുണ്ട്. വലിയ പ്രതിഷേധം മന്ത്രിക്ക് നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പും അബ്ദുൽ കരീം ചേലേരി നൽകി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് KK ഷിനാജ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ഷജീർ ഇക്ബാൽ, ട്രഷറർ ഷബീർ എടിയന്നൂർ, നസീർ പുറത്തിൽ, ജംഷീർ ആലക്കാട്, അഷ്കർ കണ്ണാടിപ്പറമ്പ്, ഫവാസ് പുന്നാട് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.